ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. Walking in the moonlight, listening to the raindrop, ഇളമാൻ കണ്ണിലൂടെ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ പ്രിവ്യൂലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഓഡിയോ വിഷ്വലൈസർ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വിഷ്വലൈസർ ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്ലിക്കേഷൻ ഇറങ്ങിയത് 2024 ഏപ്രിൽ 1-നാണ്. ഇപ്പോൾ ലാസ്റ്റ് അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഈ ആഗസ്റ്റ് 26-നാണ്. അപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ക്ലിപ്പ്ലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബ്ലൂടിക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ ടെംപ്ലേറ്റ്, വീഡിയോ, ജിഫ്, ലൈബ്രറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നമ്മുടെ ഫോണിലുള്ള വീഡിയോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിന് ഓഡിയോ വിഷ്വലൈസർ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഈ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഓഡിയോ വിഷ്വലൈസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതിൽ ചില ടെംപ്ലേറ്റ്സിൻ്റെ മേലെ ഇങ്ങനെ ക്രൗണിൻ്റെ സിമ്പിൾ വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അത് പെയ്ഡ് ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള സംഭവം ടെംപ്ലേറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രീമിയം എടുക്കാൻ പറയും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആഡ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് പ്രീമിയം വേണമെങ്കിലും ഇതിൽ ഒരു ആഡ് കണ്ടുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാണ്. കണ്ടോ, അപ്പോൾ ഒന്നുകിൽ പ്രീമിയം എടുക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആഡ് വാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫ്രീ ടു യൂസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആഡ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡൗൺലോഡിംഗ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് മ്യൂസിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ പോകുന്നതാണ്. എന്നിട്ടൊരു മ്യൂസിക് പിക്ക് ചെയ്യാം. അപ്പോൾ മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ മ്യൂസിക്കൊക്കെ ട്രിം ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ തന്നെ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് മേലെ കാണുന്ന ടിക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ റേഷ്യോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ റേഷ്യോ സെലക്ട് ചെയ്യുക, 9:16 ആക്കി കൊടുക്കുക, മേലെ ടിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡൺ കൊടുക്കാം. അപ്പോൾ ഈ നെക്സ്റ്റ് കാണുന്ന മ്യൂസിക്കിൻ്റെ സിമ്പിൾ വരുന്നത് ഇതിൻ്റെ ഓഡിയോയുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ അത് എനിക്ക് ഈ മ്യൂസിക് തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നോക്കുന്നില്ല. നെക്സ്റ്റ് കാണുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷ്വലൈസർ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷ്വലൈസർ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഉള്ളത് തന്നെ സെറ്റ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ഇപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന ഫോട്ടോ കണ്ടോ, ഈ ക്ലിപ്പ്ലൈസർ എന്ന് എഴുതിയിട്ടുള്ള അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സെൻറ്റർ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെലക്ട് ഫോട്ടോ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗാലറിയിൽ നിന്നൊരു പിക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പിക്ചറാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ അതിൽ പിക്ക് വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഈ ആംപ്ലിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷ്വലൈസറിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ആംപ്ലിഫിക്കേഷൻ, അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മിറർ ഓപ്ഷൻ, ഷെയ്ക്ക് ഓപ്ഷൻ ഉണ്ട്, ഈ റൗണ്ടൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലിച്ച് അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. നിങ്ങളതൊക്കെ എടുത്തിട്ടൊന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ റൊട്ടേറ്റ് ചെയ്യാനാണെങ്കിൽ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടോ. അപ്പോൾ അതിങ്ങനെ കിടന്ന് കറങ്ങുന്നതാണല്ലോ. അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല. ഒക്കെ നിങ്ങൾ ചെയ്യാൻ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കളേഴ്സ്, അതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ കളേഴ്സ്, ഇപ്പോൾ ആ ബ്ലാക്ക് ഉള്ള ഇവിടെ നമുക്ക് യെല്ലോ ആക്കി കൊടുക്കാം, ഏത് കളറാക്കി കൊടുക്കാം. അപ്പോൾ അതിലുള്ള ആ ഗ്രീൻ കാണുന്ന അവിടെ
ഒക്കെ നമുക്ക് കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ റൗണ്ടിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ എക്സ് ആക്സസ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. വൈ ആക്സസ് ആണെങ്കിൽ മേലോട്ടും താഴോട്ടും ചേഞ്ച് ആവും. പിന്നെ റൊട്ടേറ്റ് ചെയ്യാനാണ് ഈ ആംഗിൾ എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെയാണ് അവിടെ ഉള്ള ഓപ്ഷൻസ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോ ഓപ്ഷൻ ഉണ്ട്, ടൈം, പ്രോഗ്രസ് ബാർ, ഫോളോയിങ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ടെക്സ്റ്റ് ഇവിടെ, അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ നെയിമാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഫോണ്ട് സൈസ് ഇങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, പിന്നെ അത് ഏത് ടൈമിൽ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. കപ്പാസിറ്റി, ആംഗിൾ അലൈൻ ചെയ്യാം, ഫ്ലിപ്പ് ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ നമുക്ക് എന്തെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് ഇങ്ങനെ പിക്ചറൊക്കെ, വേറെ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ടൈം ബാർ വരുത്താം, പ്രോഗ്രസിങ് ബാർ. പിന്നെ ഈ ഫാളിങ് എഫക്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മേലെ ടിക്ക് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഈ ഫാളിങ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ലീവ്സ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ലവ് സിമ്പിൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ സ്പീഡ്, ക്വാണ്ടിറ്റി, പിന്നെ റൊട്ടേറ്റ്, ബ്ലിങ്ക്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. പിന്നെ ഇവിടെ മേലെ ഇതിൻ്റെ വാട്ടർമാർക്ക് വരുന്നുണ്ടോ, അപ്പോൾ അത് നമുക്കൊരു ആഡ് കണ്ടുകൊണ്ട് ഒഴിവാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രീമിയം എടുക്കാൻ പറയും, അല്ലെങ്കിൽ ആഡ് വാച്ച് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഫ്രീ ടു യൂസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് വാച്ച് ചെയ്തപ്പോൾ ആ വാട്ടർമാർക്ക് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം. പിന്നെ ഏത് ഫയലിലോട്ടാണ് സേവ് ആവേണ്ടതെന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഓഡിയോ വിഷ്വലൈസർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ കിഡിലെ ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.